ഇനി സംശയം തീരാതെ ആരും ഇരിക്കരുത് കേട്ടോ. ഇനി നാളെ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് അത്രയും ചോദിക്കാം. നമ്മൾ തുറന്നിട്ട് തന്നിരിക്കുന്നു. ഒരുപാട് ആളുകളും വന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മള് ഇപ്പൊ മൊയ്തീശങ്ങൾ വിളിക്കുന്നത് പോലെ മുസ്ലിങ്ങൾക്ക് വിളിക്കുന്നത് നിങ്ങൾ നാലാഭാഗത്തുനിന്ന് ലോകത്തുനിന്നും നാലാഭാഗത്തുനിന്നും ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരെയും സഹായിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അള്ളാഹിന്റെ സിഫത്ത് അവർക്ക് വെച്ചു കൊടുക്കുകയല്ലേ? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഒരു കമ്പനിയിലേക്ക് 4 ഭാഗത്തു നിന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ മൊബൈലിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങനെ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം അവർ മറുപടി കൊടുക്കുന്നു. അള്ളാഹ്ക്ക് മാത്രമാണ് ആ കഴിവ് എന്ന് നമുക്ക് വാദമല്ലല്ലോ. അള്ളാഹ്ക്ക് മാത്രം കഴിവ് എപ്പോഴാണെന്ന് നിങ്ങള് അതിന് ചില നിബന്ധനകളുണ്ട്. ശരിക്ക് കേട്ടോളൂ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് ചില അടിമകളുണ്ട്. അള്ളാഹ് പറഞ്ഞു, ഖുദ്സിയായ ഹദീസ് എന്നാ പറയും. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ആ ഹദീസിലൂടെ പറഞ്ഞു, എന്റെ ചില അടിമകൾ, ആ അടിമകളുടെ കൈകാലുകളും കണ്ണും ഞാനാകും. കുന്തു ലഹു സംഅൻ വബസറ. ചില ആളുകൾ എന്നോട് വല്ലാതെ അടുക്കുമ്പോ ഞാൻ അവരുടെ കൈയും കണ്ണും കാതൊക്കെ ഞാനാകും എന്ന് ഹദീസിൽ പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ ഹദീസിന്റെ താല്പര്യം എന്ത് എന്ന ചർച്ചയിൽ ഇമാം റാസി തങ്ങൾ പറയുന്നത് കാണാം. ആ ആയത്തിന്റെ താല്പര്യം ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കാൻ അള്ളാഹ് കൈവൽകും. അള്ളാന്റെ കഴിവ് എപ്പോഴാവും അറിയും? അള്ളാഹ് ദൂരമുള്ളത് കേൾക്കുന്നത് വേറെ ആൾ കൈ കൊടുത്തിട്ടല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായി അള്ളാഹു എല്ലാം കേൾക്കും. വേറെ ആൾ കഴിവ് കൊടുക്കണ്ട. റസൂലുള്ള കേൾക്കുന്നത് അള്ളാഹ് കഴിവ് കൊടുക്കുമ്പോ യസ്മഉൽ ഖരീബ്, അതൊരു കറാമത്താണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതുമ്പോ ചോദിച്ചില്ലേ, യാ സാരിയ അൽ ജബൽ, അല്ലേ, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് യുദ്ധം ചെയ്യുന്ന സാരിയ തങ്ങളോട് പറഞ്ഞു, മലയുടെ പിൻഭാഗം ശ്രദ്ധിക്കണം, വരുന്നുണ്ട് ശത്രുക്കൾ. അപ്പോ അതൊക്കെ അള്ളാഹ് കൊടുക്കുന്ന കഴിവാണ്. ദൂരവും അടുത്ത് നോക്കിയിട്ടല്ല ശിർക്ക് വരിക. അള്ളാനെ പോലെ അള്ളാഹു വേറെ ആളെ കഴിവ് കൂടാതെ ചെയ്യാണല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരാൾ വിശ്വസിച്ചാൽ അതാണ് ശിർക്ക്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുവിനല്ലാതെ ഒരു കഴിവും ഇല്ല എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം. എന്റെ ഒരു സംശയം മദ്ഹബ് സംബന്ധമായിട്ടാണ്. മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണമെന്നാണല്ലോ. 4 മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ 4 മദ്ഹബിനെയും ഒരേപോലെ അംഗീകരിക്കുന്നു. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്തതിനെ അറിയാവുന്നവരോട് ചോദിക്കുക. ഇപ്പൊ 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും വിവരമുണ്ട്, അവർ മുജ്തഹിദുകളാണ് എന്ന വിശ്വാസത്തോടുകൂടി 4 മദ്ഹബിനെയും ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾക്ക് ഞാൻ 4 മദ്ഹബിനെയും അനുകരിക്കുന്നതിന്റെ വിധി എന്താണ്? അതങ്ങനെ കഴിയൂല, പ്രായോഗികമല്ല. നിങ്ങൾ മനസ്സിലാക്കിയത് ഒന്നുകൂടി ചിന്തിച്ചാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ശാഫിഈ മദ്ഹബിൽ ഒതു മുറിയുന്ന കാര്യം അല്ലാത്തത് ചിലതൊക്കെ ഹനഫി മദ്ഹബിൽ ഒതു മുറിയുന്ന കാര്യമാണ്. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം ഓരോ വിഷയത്തിലും നമ്മളിങ്ങനെ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോയാൽ ധാരാളം പറയാനുണ്ട്. ചില മസ്അലകളൊക്കെ ശാഫിഈ മദ്ഹബിൽ ഹലാലായത് മറ്റു മദ്ഹബിൽ ഹറാമാണ്. അപ്പൊ 2 മദ്ഹബും കൂടി ഒപ്പം ചെയ്യാന്നുള്ളത് ഇല്ല. അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 4ൽ ഒരു മദ്ഹബ് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ അംഗീകരിച്ച മദ്ഹബിന്റെ കീഴിൽ ജീവിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വഴി. അപ്പൊ 2 എണ്ണാവൂലേ? ഇനി ഞാൻ സംശയത്തിന് മറുപടി പറഞ്ഞുതരാം. ശരിക്ക് കേട്ടോളൂ. ഒരു ദീനിൽ എങ്ങനെ 2 അഭിപ്രായം വന്നു എന്നാണ് പിന്നെ ഇവിടെ ചോദ്യം. അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയൊരു ചോദ്യമാണ്. നിങ്ങളെല്ലാം മനപ്പാടമാക്കി വെക്കാൻ വേണ്ടി ഒരു സംഭവം. ത്വാഹ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. ഒരു സംഘം സ്വഹാബികൾ, ഇത് ശരിക്കും മനസ്സിലായിക്കോ എങ്ങനെ വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടായി. ഒരു സംഘം സ്വഹാബികൾ അവരൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്. ദീർഘമായ യാത്രയാണ്. ബനൂ ഖുറൈള ഗോത്രക്കാരുടെ സമീപത്തേക്കാണ് പോകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തിയിട്ടേ ളുഹ്ർ നിസ്കരിക്കാവൂ. ത്വാഹ റസൂലുള്ളാഹി. എന്താ ഹദീസ്? ബനൂ ഖുറൈളയുടെ സമീപത്തെത്തിയിട്ട് ഞങ്ങൾ ളുഹ്ർ നിസ്കരിക്കാവൂ. അല്ലാ യുസല്ലിയന്ന ളുഹ്റ ഇല്ലാ ഫീ ബനീ ഖുറൈള. ഈ ഹദീസുമായി ഇവരിങ്ങനെ പോകുമ്പോൾ വഴിയിലെത്തി ളുഹ്ർ നിസ്കാരം ഖളാ ആവാൻ അടുത്തു. അപ്പൊ സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞത് ളുഹ്ർ അവിടെ നിസ്കരിക്കാനാ, പക്ഷേ നബി തങ്ങൾ ആദ്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖളാ ആക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഖളാ ആൻ പോവാണ്, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ നിസ്കരിക്കണം. ഒരു സ്വഹാബി. വേറൊരു സ്വഹാബി പറഞ്ഞു, നബി തങ്ങൾ എന്താ പറഞ്ഞു അവിടെ നിസ്കരിച്ചാൽ മതി, ഖളാ ആയിട്ട് നമ്മൾ നോക്കണ്ട.
രണ്ട് മദ്ഹബായി സ്വഹാബികൾ മാറി. ഒരേ ഹദീസ് രണ്ട് വീക്ഷണം. സ്വഹീഹ് മുസ്ലിം. ചില ആളുകൾ വഴി നിസ്കരിച്ചു, ഒരു വിഭാഗം സ്വഹാബികൾ അവിടെ എത്തിയിട്ട് ഖളായിട്ടാണ് നിസ്കരിച്ചത്. രണ്ടുപേരും മടങ്ങി വന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി. ഹദീസിൽ കാണാം ഫമാ അന്നഫ വാഹിദൻ മിനൽ ഫരീഖൈൻ. രണ്ടു പക്ഷത്തെയും നബി തങ്ങൾ എതിർത്തില്ല, രണ്ടും ശരിവെച്ചു. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നബവി തങ്ങൾ പറഞ്ഞു, ഒരു ആയത്തിനെ ഒരു ഹദീസിനെ രണ്ടു പണ്ഡിതന്മാർ, ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചാൽ രണ്ടും ശരിയാണ്, എല്ലാ മദ്ഹബും ശരിയാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ഏതുപോലെ ഒരു മരം, ആ മരത്തിന് 4 കൊമ്പുകൾ, ആ 4 കൊമ്പും മരത്തിൽപ്പെട്ടതാണ്. മനസ്സിലായോ? അപ്പൊ പിന്നെ ചിലർക്കൊന്നും എന്നാ പിന്നെ മുജാഹിദിന്റെ അഭിപ്രായം ശരിവെച്ചൂടെ ഉസ്താദേ? അതില്ല. എന്താ കാരണം? 4 കൊമ്പുകളും മരത്തിൽപ്പെട്ടതാണ്. പക്ഷേ മരത്തിൽ വേറൊരു സാധനമുണ്ട്, അതിന് ഇത്തിക്കണ്ണി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം. അത് മരത്തിൽ പറ്റിപ്പിടിച്ച് മരത്തെ നശിപ്പിക്കുന്ന സാധന, മരത്തിൽപ്പെട്ടതല്ല. അത് മരത്തിൽ കണ്ടാൽ പിടിച്ച് വലിച്ചൊരേറ് കൊടുക്കണം. കാരണം അത് മതത്തിൽപ്പെട്ടതല്ല. പറഞ്ഞതൊന്നുകൂടി പറഞ്ഞാൽ, ഗവേഷണത്തിന് കഴിവുള്ള പണ്ഡിതന്മാർ അവര് മാറിയാൽ കുഴപ്പമില്ല. ഇതുപോലെ ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നു, അയാളിന് പയച്ചാലും പ്രശ്നമൊന്നുമില്ല, അയാൾ അതിന് അവകാശമുള്ള ആളാണ്. അതേ സമയത്ത് അത് കണ്ട് വേറെ ജാഹിലായ മനുഷ്യൻ കത്തിയെടുത്ത് ഓപ്പറേഷന് പോയാൽ അത് അനുവദിക്കാൻ പറ്റില്ല. അപ്പൊ വഹാബി മുജാഹിദ് ഒക്കെ ചെയ്യുന്നത് ഇതാണ്, അവകാശമില്ലാത്ത പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഉദാഹരണം പറഞ്ഞു തരാലോ. നമ്മൾ ചോദിച്ചു, ഒരാൾ ഖുനൂത്ത് ഓതുന്നില്ല സുബ്ഹി, മോനെ എന്താ ഖുനൂത്ത് ഓതാത്തത്? അയാൾ പറഞ്ഞു, ഞാൻ ഹനഫി മദ്ഹബിലെ മെമ്പറാ, എന്റെ ഇമാം ഹനഫി ഇമാം ഹദീസ് ഓതി പഠിപ്പിച്ചത് അതാണ്. വിട്ടു നമ്മൾ അവനെ, കേസില്ല. വലിയ മഹാന അബു ഹനീഫ ഇമാം, മോനെ പോയിക്കോ. വേറെ ചങ്ങായിനോട് എന്താ ഖുനൂത്ത് ഓതാത്ത്? അത് ഞാൻ ഖുർആനും ഹദീസും പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഖുർആൻ ഖുനൂത്ത് ഓതണ്ട. ഓനെ നമ്മൾ വിടൂല. അത് പറയാനോ അധികാരമില്ല. ലം യസൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫീ സ്വലാത്തിൽ ഗദാത്തി ഹത്താ ഫാറഖ ദുനിയാ. ദുനിയാവിൽ നിന്ന് വിട പറയോളം ഓതിയെന്ന് സ്വഹീഹായ ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ചതുണ്ട്. പിടികൂടും അവനെ. അപ്പൊ സ്വയം ഗവേഷണത്തിന് അവകാശമില്ലാത്ത പണി ചെയ്യാൻ പാടില്ല. ഇമാമിയങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഓക്കെ, 4 കൂടി ഒന്നിച്ച് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഖുനൂത്ത് വേണമെന്ന് വേണ്ടെന്ന് 2 കൂടി ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, മദ്ഹബുകളിൽ ഒന്നിനെ സ്വീകരിച്ച് അംഗീകരിക്കുക എന്നതാണ് രക്ഷപ്പെടാനുള്ള വഴി. തുഹ്ഫയിൽ അത് കാണാം. ആദർശ വ്യത്യാസത്തിന്റെ ഉദാഹരണം ഉസ്താദയുടെ സ്ക്രീനിൽ കാണിക്കേണ്ടായി. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രസംഗിക്കുന്നത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചിട്ട്, വോട്ട് ചെയ്യുന്നത് ഹറാമാണെന്ന് എന്ന് വരുന്ന രീതിയിൽ ആദ്യം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രസംഗിച്ചു. അപ്പൊ അത് സംബന്ധിച്ച് എനിക്കൊരു സംശയം. നമ്മുടെ ഉസ്താദന്മാര് പണ്ട് TV കാണൽ ഹറാമാണെന്ന് ഒരു ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോ TV കാണുന്നതിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഉസ്താദ്? നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഒന്നും കൂടി ക്ലിയർ ചെയ്ത ആ പ്രശ്നം തീർന്നു. നമ്മൾ പറഞ്ഞത് പണ്ടും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ഒന്ന് തന്നെ. TV എന്ന ഒരു വസ്തുവിനോട്, കമ്പ്യൂട്ടർ എന്ന വസ്തുവിനോട് നമുക്ക് ഒരു ഹുക്കുമ് ബാധിക്കൂല. അത് കമ്പ്യൂട്ടർ ഹറാമാണ് അല്ലെങ്കിൽ TV ഹറാമാണ് അങ്ങനെയല്ല പറയാം. അതിൽ കാണുന്ന വസ്തുക്കളെ അനുസരിച്ചാണ് അതിന്റെ ഹുക്കുമ് പറയാം. TV-യിലൂടെ ഒരാൾ സിനിമ കാണുന്നു, അത് അന്നും ഹറാമാണ്, ഇന്നും ഹറാമാണ്. ഇന്റർനെറ്റ് ചാറ്റ് ചെയ്യലില്ല നമ്മളൊക്കെ. ഇന്റർനെറ്റിൽ നിന്ന് എന്തെല്ലാം എൽമുകളുണ്ട്. സക്കരിയന്റെ കത്തൊക്കെ അവിടെ നിന്നല്ല കിട്ടിയത്. അതേ സാധനത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അതിലൂടെ അല്ലേ മനുഷ്യന്മാര്, അല്ലെ? അപ്പൊ ഉപയോഗത്തിനനുസരിച്ചാണ് ഹലാലും ഹറാമും വേർതിരിയുന്നത്. ഒരു മെഷീനെ സംബന്ധിച്ചത് ഹറാമ ഹലാലൊന്നും പറയില്ല. പിന്നെ അന്ന് നമ്മള് അത് ഗൗരവപ്പെടും. അതൊന്നും അങ്ങനെ തന്നെ പറയാം. ഒരു TV ഉപയോഗിക്കാത്ത ആളോട് പറയും, മോനെ അത് വരണ്ട, അതവിടെ വെച്ചോ, അത് ഹറാമിലേക്ക് വരുന്ന സംഗതിയാ, അത് വീട്ടിൽ വെച്ച് പോകണ്ട. അത് നമ്മൾ ഇന്നും അന്നൊക്കെ പറയുന്നു. അത് ഹറാമിലേക്ക് കൂട്ടുന്നതിന്റെ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതേ സമയത്ത് ഒരാള് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ഉപയോഗിച്ച് അതിന് എൽമ പഠിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനൊരു വിരോധമില്ല, ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നതുമാണ്. അതേ സമയത്ത് വഴിമാറി പോകുന്നത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ അധപ്പതനത്തിന്റെയും കാരണം ഇന്റർനെറ്റുകളാണെന്ന് പറയേണ്ടതില്ല. അപ്പോ മറുപടിയുടെ ചുരുക്കം, ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു ആയുധം, ഒരു സംഗതി അത് ഹറാമാകുന്നത് അതിലൂടെ കാണുന്നതിന്റെ അവസ്ഥ അനുസരിച്ചാണ്. നമുക്ക് മാറ്റമുണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും മുജാഹിദുകൾക്കും തന്നെയാണ് മാറ്റമുണ്ടായത്. നമ്മള് ഈ കുത്താറാത്തീബ് എന്ന് പറയുന്ന ഒരു സംഭവം,
അതിന്റെ പേരില് ശരീരം മുറിവാക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അതിന്റെ വിധി എന്താണ് ഇസ്ലാമിക? അതിനാണ് ആകെ തെളിവുള്ളത്. അതായത് അതിന്റെ മസല ഇമാം ഇബ്നു ഹജർ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ ശരീരത്തെ മുറിവാക്കാനോ ശരീരത്തെ അപായപ്പെടുത്താനോ പാടില്ല. വിഷം കുടിക്കൽ ഹറാമാണ്, ശരീരത്തെ മുറിവാക്കാനൊന്നും പാടില്ല. പക്ഷെ അതിന്റെ ബാക്കിയിൽ പറഞ്ഞു, ബാക്കിയും കൂടി കേൾക്കണം, ആണ് വിഷയം. ഒരാൾക്ക് ഉറപ്പാ വലിയിന്റെ കറാമത്ത് മുഖേന ചിലപ്പോൾ എനിക്ക് ഈ റാത്തീബ് ചൊല്ലി കുത്തിയാൽ അത് മുറിവാവൂല, വേദനയാവൂല, ഒരു കുഴപ്പം പറ്റൂല എന്നവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അപ്പൊ അത് അനുവദനീയമാണ്. ഉറപ്പ് വേണം, ഉറപ്പില്ലാത്തത് ചെയ്യാനും പോണ്ട. ഏതുപോലെ വിഷം കുടിക്കൽ ഹറാമാണല്ലോ. ശത്രുക്കൾ വന്നു, മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞു, ആളുകൾ വന്നിട്ട് നല്ല ഒരു വിഷത്തിന്റെ കുപ്പിയും കൊടുത്തു, കുടിക്കൂന്ന് പറഞ്ഞു. എന്റെ ഇസ്ലാമിന് അത്ര ശക്തി, നീ കുടിക്കുന്നു പറഞ്ഞു. അതിന്റെ ടോപ്പങ്ങ് പൊട്ടിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വലിച്ചങ്ങ് കുടിച്ചു വിഷത്തിന്റെ കുപ്പി. ഹറാമല്ലേ? അല്ല. എന്തേ കാരണം? അത് ഉറപ്പാ ഒന്നും പറ്റൂല, കറാമത്ത് അവിടെ കാണിച്ചു കൊടുക്കും. അപ്പൊ വലിയന്റെ കറാമത്ത് കാണിക്കുന്നു എന്ന ലക്ഷ്യത്തോടെ ശരീരത്തിന് അപായം പറ്റില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറ്റും. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിലും ബഗിയ പോലെയുള്ള കിതാബിലൊക്കെ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. മഹാന്മാർക്ക് മരണശേഷം കറാമത്ത് നിലനിൽക്കുന്ന പ്രമാണങ്ങളിലെ എന്താണ് തെളിവ്? തീർച്ചയായും അത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും എടുക്ക്. നമ്മൾ കായക്കൊടി തന്നെയാണ് മറുപടി പറയാൻ നല്ലത്. കായക്കൊടി തന്നെയാണ് നല്ലത്. മരണശേഷം നിലനിൽക്കുമെന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് അമ്പിയാക്കളും ഔലിയാക്കളും പഠിപ്പിച്ചതാണ്. ഇമാം സുബ്കി തന്റെ ശിഫാഉ സഖാമിൽ വളരെ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു, ലാ തൻഖതിഉ, മുറിയുകയില്ല ഔലിയാക്കളുടെ കറാമത്ത് മുറിഞ്ഞു പോകൂല, ബിൽ മൗത്ത്, മരണം കൊണ്ട് മുറിഞ്ഞു പോകൂല. കാരണം മരണം എന്ന് പറഞ്ഞാൽ നശിക്കലല്ല, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ, അത് ഒരവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് മാറല. മരിച്ചാ പിന്നെ കേൾക്കൂല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? നമ്മുടെ നേതാവ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഒരു മയ്യത്തിനെ ഖബറിൽ വെച്ചാൽ ഇല്ലഹു ലയസ്മഉ ഖഫ്ഖനി ആലിഹിം, ആ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിലൂടെ നടന്നു പോകുന്നവന്റെ ചെരുപ്പിന്റെ ശബ്ദം ഈ മയ്യത്ത് കേൾക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി. മനസ്സിലായോ? അപ്പൊ അത് വേറെ ലോകമല്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, കറാമത്തും മുഅ്ജിസത്തും മരണത്തോടെ മുറിയില്ല എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഒറ്റ തെളിവ് പറയുന്നു, കൂടുതലൊന്നും പറയണ്ട. ഇനിയൊരു നബി ഇവിടെ വരാനുണ്ട്. അതാരാ? ലയൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സിതാ. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയായിട്ടല്ലോ വരിക. ലയൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ, ഇമാമായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വരും. ഈസാ നബി വരും ഇൻഷാ അല്ലാഹ്. ഈസാ ശരിക്കും മനസ്സിലായിക്കോളൂ. ഈസാ നബി വന്നിട്ട് എന്താ ചെയ്യാന്ന്? നേരെ ദജ്ജാലിനെ കൊല്ലുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. പിന്നെ തന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തും. അതിന്റെ ഇടയ്ക്കാണ് ഒറ്റ പോക്ക. എവിടെ ഈസാ നബി വരിക? സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ വെള്ളമിനാരത്തിന്റെ മുകളിൽ മലക്കുകളുടെ ജറകിന്റെ മുകളിലായി ഈസാ നബി വരുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി. കൃത്യമാണ്. നെറ്റിത്തടത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഈസാ നബി വന്നിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരൊറ്റ പോക്ക റൗളയിലേക്ക്. അപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് എല്ലാ പുത്തൻവാതിലും പടച്ചോനെ ഇത് വന്നു നോക്കുമ്പോ ഒരു ICF കാരനാ തോന്നിപ്പോ പോക്കന്നെ എങ്ങോട്ടാ? റൗളയിലേക്കാ. റൗളയിൽ ചെന്നിട്ട് എന്താ പണിയെന്നറിയോ? ഒറ്റ വിളിയാണ്, യാ റസൂലല്ലാഹ്. ആരെയാ വിളിക്കുന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ മുഹമ്മദുർ റസൂലുള്ളാഹി. യാ റസൂലല്ലാഹ്, യാ മുഹമ്മദ്. ആണോ? അങ്ങനെ വിളിക്കുമ്പോൾ ശിർക്കാനല്ല നബി പറഞ്ഞത്. സുമ്മല ഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ്, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈസാ നബി എന്നെ വിളിക്കുമ്പോൾ ലഉജീബന്നഹു, ആ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
ഉറപ്പായില്ലേ ഇപ്പൊ നിങ്ങൾക്ക് മരിച്ചത്ത് നീങ്ങൂല, അന്ന് വിളിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഹദീസ് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, അത് കായക്കൊടി തന്നെ ഹദീസ് മൊത്തം പറഞ്ഞു തരും. ഇമാം അബൂ യഅലയാണ് ഹദീസ് ഉദ്ധരിച്ചത്, സ്വഹീഹാണെന്ന് അൽബാനി അടക്കം പറഞ്ഞ് രേഖപ്പെടുത്തിയതാണ്. ഹദീസും അതിന്റെ അർത്ഥവും മൗലവി കായക്കൊടി പറയുന്നു. വേഗം പറയും കായക്കൊടി, സമയം. നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല. കേട്ടോളൂ നിങ്ങൾ. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സലീബ, കുരിശുകൾ തകർക്കും. വലയഖ്തലനൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും. വലയുദ്ഹിബന്ന ശഹ്നാ, അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും. വലയുരിലന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല. സുമ്മലയിൻ ഖാമ അലാ ഖബരി, എന്നിട്ട് എന്റെ ഖബറിനരികിൽ വന്ന് ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാ ജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. റസൂലുള്ളാഹി വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, വ്യക്തമാണ്. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിക്കുമ്പോ ഞാൻ അന്ന് ഉത്തരം നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഈമാനുള്ളവർക്കൊക്കെ അല്ലേ? കറക്റ്റ്. എടുത്ത് ഇപ്പോൾ ഉംറക്കോ ഹജ്ജിനോ പോകുമ്പോൾ അവിടെ മത്താഫിൽ സ്ത്രീകളുണ്ടാവും, തവാഫിൽ സ്ത്രീകളുണ്ടാവും. അതിന് മറുപടി അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അതിന് ഒരു പ്രശ്നമില്ല. അതിനൊക്കെ മസ്അല നമ്മുടെ ആലിമീങ്ങൾ തീർത്തും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല. ഹനഫി മദ്ഹബാണ്, ഈ പ്രശ്നമൊന്നുമില്ല. അവിടെ തന്നെ ഹജ്ജിന്റെ ശാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല. ശാഫി മദ്ഹബിൽ തന്നെ നമ്മള് പെണ്ണിനെ തൊട്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തൊട്ടുപോയാൽ, നമ്മൾ തുടർന്ന് വിചാരിച്ചൂടെ പോയതല്ല, നമ്മൾ അറിയാതെ അങ്ങനെ പോകുമ്പോൾ അറിയാതെ നമ്മൾ തൊട്ടുപോയതാണ്. അങ്ങനെ തൊട്ടാൽ മുറിയുകയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരെ വീക്ഷണപ്രകാരം ഒരു കുഴപ്പം വരും, നമ്മൾ ബോധപൂർവ്വം തൊടുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അവിടുത്തെ മസ്അല. അത് മാത്രം ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഉംറയും ഹജ്ജൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. ആലിമീങ്ങൾ പറയാത്ത ഒരു സംഗതിയും ലോകത്തില്ല. ആദ്യം ഒരു ക്ലിപ്പ് കാണിച്ചില്ലേ, സുലൈമാൻ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞു. അയാള് ക്രിസ്ത്യാനിയായ കാരണം ഈസാ നബി ദൈവപുത്രനെല്ലാം അല്ല, അയാൾ പുത്രനാണെന്നാണ് അയാൾ പറയുന്നത്. അല്ല, ആരാന്നില്ല അയാൾക്ക് ഖുർആനിൽ കിട്ടിയില്ല, എന്നിട്ടാണ് ബൈബിൾ വായിച്ചത്. അതൊന്ന് വിശദീകരിക്കും. അത് നമ്മളെ മുജാഹിദും ജമാഅത്തും സുന്നിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അയാൾ ചോദിക്കുന്നത് ഈസാ നബി ആരാണെന്ന് അയാൾക്ക് കിട്ടിയില്ല, അയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അയാൾ എന്തിനാ മുജാഹിദ് ക്രിസ്ത്യാനിയായിരുന്നു ചോദിച്ചാൽ, അയാൾ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ക്രിസ്ത്യാനിയായതാ. ഞങ്ങൾ വയനാട്ടിൽ പോയി അന്വേഷിച്ച ആളെ കഥ, അതയാൾക്ക് കിട്ടുകയും ചെയ്തു. പരലോകത്തും അയാൾ അള്ളേറ്റേക്കോട്ടെ. ആരാണ് ഈസാ നബി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നോ എത്രയോ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്. ഇതിൽ ആർക്കും തർക്കമില്ല. ഈസാ നബിയെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹിന്റെ മകനാണെന്നോ ദൈവമാണെന്നോ പറയാൻ പാടില്ല. അതേ സമയത്ത് ഈസാ നബി അള്ളാഹുവിന്റെ അടിമയാണ്, കേവലം അടിമയാണ്, പ്രവാചകരുമാണ്. ഹലോ, പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ 4 മതവിലും പെടാത്തവരാണല്ലോ ഇവിടെ ഉള്ളേ. അപ്പൊ നമ്മള് തുടർന്ന് നിസ്കരിച്ചാൽ എങ്ങനെ അതിന്റെ ഇത്? അത് ശരി. പിന്നെ ഞാൻ ഒരു പഠനം നടത്തിയിട്ട് നമ്മൾ പറഞ്ഞു ഇവർക്ക് മതവില്ലാന്നാ പറയുന്നത്. അതെനിക്കറിയില്ല. ഞാൻ ഇപ്പൊ മിഞ്ഞാന്നല്ല ഇങ്ങോട്ട് വന്നേ. ഇൻഷാ അല്ലാഹ് പഠനം നടത്തിയിട്ട് പിന്നെ നമുക്ക് പറയാം കേട്ടോ. അത് പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കേരളത്തിൽ ഇടപെടുന്ന ആളാണല്ലോ. കേരളത്തിലുള്ള വിഷയങ്ങളല്ലേ നമ്മൾ പഠിച്ച്, ഇവിടെയുള്ള ആളുണ്ടോ അല്ലേ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത വിഷയത്തിൽ നമ്മൾ മസാല പറയാൻ പാടില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ വിഷയവുമായി ബന്ധപ്പെട്ട്. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി ഇവരെല്ലാം ചോദിക്കാം. മറ്റുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അത് അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചോളൂ. സ്വലാത്തുൽ മർഅത്തി അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ബൈതിഹാ വസ്വലാത്തുഹാ ഫീ മിഖ്ദാരിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റത്തിഹാ. അപ്പോൾ എന്തായാലും അഫ്ളലാണെന്ന് പറയുമ്പോൾ അതിന്റെ അഫ്സിൽ ഫളലുണ്ട് എന്ന് കിട്ടത്തില്ല. ലാ തംനഉ മാ അല്ലാഹ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഹദീസ് കൊണ്ട് പെണ്ണുങ്ങൾ തടയാൻ പാടില്ല. അതാണ് ചോദ്യം. അത് പണ്ട് വഹാബികൾ മനസ്സിലായില്ലേ ചോദ്യത്തിന്റെ? ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം. ഖൈർ എന്നാണല്ലോ പറഞ്ഞത്.
അപ്പൊ അവിടെ ചോദിച്ചു, ഉസ്താദേ ഉത്തമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ മറ്റതും ഹൈറന്നെയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അത് പണ്ട് സലാം സുല്ലമി കൊണ്ടോട്ടിയിൽ നിന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൗലവി നിങ്ങൾ സുബീക്ക് ബാങ്ക് കേൾക്കാറില്ലേ? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നില്ലേ അതിന്? അതിന്റെ അർത്ഥം എന്താ? നിസ്കാരം ഉറക്കനേക്കാൾ ഹൈറാണ്. ഓ, അപ്പൊ ഉറങ്ങലും പറ്റും. അൽ ജന്നത്തു ഖൈറും മിനൻ നാർ, സ്വർഗം നരകത്തിനേക്കാൾ ഹൈറാണ്. നരകം കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണോ? അല്ല. അഫ്ളല് ഖൈർ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റിലുള്ളത് എന്ത് എന്ന് പ്രമാണങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യം. മനസ്സിലായോ? അപ്പൊ ഈ ഖൈറിന്റെ ഓപ്പോസിറ്റിലുള്ളത് എന്താ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ എന്ന ആയത്ത് അപ്പുറത്തുണ്ട്. പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിലിരിക്കണം, നിസ്കരിക്കണം. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഓപ്പോസിറ്റ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഖൈറാണെന്നല്ല, ഉത്തമമാണെന്നല്ല, ഫിത്ന ഉറപ്പായ കാലത്ത് പോകൽ ഹറാമാണെന്നാണ് ഇതിന്റെ മസ്അല. പിന്നെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്നാണ് ചോദ്യം. നമ്മളെ തെളിവാ, നമ്മുടെ തെളിവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ അപ്പുറമുള്ളത് മുജാഹിദുകൾ ലാ തംനഉ എന്നൊരു ഹദീസ് കണ്ട് അവരെന്താ ചെയ്യാന്നറിയോ? ഓ, കിട്ടിപ്പോയി. ലാ തംനഉ ഡിക്ഷണറി നോക്കി അർത്ഥം തടയാൻ പാടില്ല. ഇമാ അല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ മസാജിദ് അല്ലാഹ് പള്ളികളിൽ നിന്ന് തടയാൻ പാടില്ല. കിട്ടി, അടുത്ത പ്രസംഗം കാച്ചി. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഈ ഹദീസ് ഇന്നുണ്ടായതാണോ നോക്കും, ഇന്നലെ ഉണ്ടായതാണോ നോക്കും. അങ്ങനെ നമ്മൾ നോക്കിയപ്പോ 14 നൂറ്റാണ്ട് മുമ്പ് ഈ ഹദീസുണ്ട്. ഇമാമിങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും വലിയ മുഹദ്ദിസായ 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാഠമുള്ള ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥം നമ്മൾ മറിച്ചു നോക്കി. അപ്പൊ അതിലൊരു അധ്യായം തന്നെ കാണുന്നു, ബാബു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ്, പെണ്ണ് പള്ളിയിലേക്ക് പോകണോ വേണ്ടേ എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ അതാ ഇമാം ഷാഫി പറഞ്ഞു, ഈ ഹദീസിനെ കുറിച്ച് എന്നോട് പലരും ചോദിച്ചു, പള്ളിയിൽ നിന്ന് പെണ്ണിനെ പടയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയാണോ, ചില പ്രത്യേക പള്ളിയാണോ എന്ന് എന്നോട് ആളുകൾ ചോദിച്ചു. ഞാനൊരു പഠനം നടത്തി, ലക്ഷക്കണക്കിന് ഹദീസ് വെച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്കതിന്റെ റിസൾട്ട് കിട്ടി. ഷാഫി ഇമാം റിസൾട്ട് പറയാ, തടയരുത് എന്ന് പറഞ്ഞത് അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് ഹജ്ജിന് സമ്മതം ചോദിച്ചാൽ തടയാൻ പാടില്ല. അപ്പൊ ഹദീസിൽ പരാമർശിച്ച പള്ളി മസ്ജിദുൽ ഹറാമാണ്. എന്നിട്ട് ഇമാം ഷാഫി പറഞ്ഞു, വലഹു അയ്യംനഅഹാ ബഅദൽ മസാജിദ്, അഥവാ മസ്ജിദുൽ ഹറാമല്ലാത്ത പള്ളി തടയണമെന്നാണ് ഹദീസിന്റെ അർത്ഥം. ഇമാം ഷാഫിയുടെ ഇഖ്തിലാഫുൽ ഹദീസിൽ നിങ്ങൾക്കത് വായിക്കാം. അപ്പൊ ഇത് നമ്മളെ തെളിവാണ്. മസ്ജിദുൽ ഹറാമക്ക് തടയാൻ പാടില്ല. അതേ സമയത്ത് അത് ഹജ്ജിന് പോകാൻ അവിടെയുണ്ട്, ഹജ്ജിന് പോകാൻ തടയരുത്. മസ്ജിദുൽ ഹറാമക്ക് നിസ്കരിക്കാൻ റൂമിൽ പോകുന്നതോ തടയണം. നമ്മൾ പറഞ്ഞപ്പോ വലിയ കുഴപ്പമായിരുന്നു, സുവൈസിന്റെ ഹജ്ജിലെ ഹാജിമാരെ കൊണ്ടുപോകില്ല. ഇപ്പൊ പറഞ്ഞു, സുദൈസി പറഞ്ഞില്ലേ, മക്കയിലെ ഇമാമല്ലേ പറഞ്ഞത്, പള്ളി ഹോട്ടലാക്കണ്ട, അവിടെ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. നമ്മൾ പണ്ടേ പറഞ്ഞതാ. അതുകൊണ്ട് കൃത്യമായി പറയുന്നു, തടയരുത് എന്ന് പറഞ്ഞ പള്ളി മസ്ജിദുൽ ഹറാമായ പള്ളിയാണ്, തടയണം എന്ന് പറഞ്ഞത് അതല്ലാത്ത പള്ളിയാണ്. ഇത് ഈ ഹദീസിന് ഇമാം ഷാഫിഈ അൽ ഇഖ്തിലാഫ് നൽകിയ മറുപടിയാണ്. ഷാഫി ഇമാം ഒരു വിഷയം പറഞ്ഞാൽ ഷാഫി ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ നമ്മളില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പറഞ്ഞ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനമില്ല. കാരണം ഏതൊരു സ്ത്രീ ആയാലും മരിക്കുന്നതിന് മുമ്പ് ആ സ്ത്രീക്ക് ഒരാഗ്രഹമുള്ളത് കഅബാലയം കാണുക, ആ പള്ളിയിലൊന്ന് നിസ്കരിക്കുക എന്നാണ് ഏതൊരു സ്ത്രീകൾക്ക്, ഒരു മുസ്ലിമായി ജനിച്ച ഒരു സ്ത്രീക്ക് ആഗ്രഹം. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ആ പള്ളിയിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ പിന്നെ APയുടെ, അതായത് ഈ സംഘടനയുടെ കീഴിലുള്ള സംഘടനയിൽപ്പെട്ടവര് പോയത് തന്നെ 3-4 സ്ത്രീകൾ പോയപ്പോൾ അവരൊരുപാട് വിമർശിക്കുകയും ഒരുപാട് എന്തൊക്കെ പറയുകയും ചെയ്തു. ഇത് തെറ്റല്ലേ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായും മറുപടി പറയും. നിങ്ങളെ സംശയം ദീർഘിച്ചിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. ഞാൻ പറയുന്നു, തീർച്ചയായും അങ്ങനെ തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞത് അവിടെ 2 വിഷയമുണ്ട്. പള്ളിയിൽ പ്രവേശിക്കലല്ല നമ്മൾ എതിർത്തത്. പള്ളിയിൽ പെണ്ണ് വന്നുകൊണ്ടൊന്നും സംഭവിക്കില്ല. പക്ഷേ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലേക്ക് ജുമുഅ ജമാഅത്തിന് പോകലാണ് നമ്മൾ എതിർക്കുന്ന വിഷയം. ഒന്ന്.
പിന്നെ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പെണ്ണിന് പോകാമോ? പോകാം. ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും തവാഫ് ചെയ്യാനും പെണ്ണിന് പോകാം. അപ്പൊ തവാഫ് ചെയ്ത് കണ്ടിരിക്കുന്ന സമയത്ത് നിസ്കാരം അവിടെ അവൾക്ക് നിർവഹിക്കാൻ പറ്റുമോ? നിർവഹിക്കാം. അതേ സമയത്ത് ജുമുഅ ജമാഅത്തിന് എന്ന് പറഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് മസ്അല. അപ്പൊ പിന്നെ സംശയം, ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമല്ലേ അവിടുന്ന് നിസ്കരിക്കുക? ഈ ആഗ്രഹമാണ് ഉമ്മു ഹുമൈദിന് സാഇദി എന്ന പെണ്ണിനുണ്ടായത്. ആ പെണ്ണ് മദീനത്തേക്ക് വന്നു, നബിയേ ഇന്നി ഉഹിബ്ബുസ് സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ്. നബിയേ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു നബിയേ. മദീനത്തെ പള്ളി, അങ്ങ് ഇമാമ് നിൽക്കുന്ന പള്ളി, ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ കൂലിയുള്ള പള്ളി, സിദ്ദീഖ് തങ്ങൾ മഅ്മൂമായ പള്ളി, ഞാൻ നാളെ വന്നോട്ടെ നബിയേ. എന്താ മറുപടി പറഞ്ഞത്? പെണ്ണല്ലേ, പാപല്ലേ, ജീവിതത്തിലെ വലിയ ആഗ്രഹല്ലേ, നാളെ വന്നോട്ടെ എന്നല്ല. ഇന്നി അഅലമു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഈ. പറഞ്ഞില്ലേ, എന്റെ കൂടെ നിസ്കരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ആഗ്രഹമല്ല, അല്ലാഹുവിന്റെ ആഗ്രഹം. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. പെണ്ണ് അവിടെ പോയി നിസ്കരിച്ചോ. നമ്മളെ ആഗ്രഹം അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചതാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിലപ്പൊരാഗ്രഹമൊക്കില്ല. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. പള്ളിയിൽ നിസ്കരിക്കണമെന്ന് പുരുഷന്മാരോട് പറഞ്ഞാൽ അവിടെ നിസ്കരിക്കണം, സ്ത്രീകളോട് വേണ്ട എന്ന് പറഞ്ഞാൽ എത്ര പെണ്ണ് അസ്മാവി പോയിട്ട് പറഞ്ഞു, നബി ഇത് ശരിയാവൂല, പുരുഷന്മാര് ജുമയ്ക്ക് പോകുന്നു, മയ്യത്തിന്റെ കൂടെ പോകുന്നു, ഞങ്ങൾക്കൊരു കൂലിയില്ല, ഞങ്ങൾക്ക് ജുമയില്ല, നാളെ ഞങ്ങൾക്കും വേണം. അള്ളാന്റെ റസൂൽ വെച്ച്, മോളെ കൂലിയല്ലേ വേണ്ടത്, കൂലിയല്ലേ വേണ്ടത്, വീട്ടു പോയിക്കോ, ഭർത്താവിനനുസരിച്ച് അങ്ങ് ജീവിച്ചോ. പുരുഷന്മാര് പള്ളിയിൽ വരുന്ന കൂലി അവിടെ പോയാൽ നിനക്ക് തരാം, സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മളെ ആഗ്രഹം മാറ്റിവെച്ച് അള്ളാന്റെ റസൂലിന്റെ ആഗ്രഹത്തിന് മുൻഗണന നൽകണം. അതാ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് അതേ ആഗ്രഹമാണ് ഉമ്മു ഹുമൈദിന് സാഇദക്ക് ഉണ്ടായത്. റസൂൽ വകവെച്ച് കൊടുത്തിട്ടില്ല. വകവെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ വകവെച്ച് കൊടുക്കുമായിരുന്നു. സാധാരണ പള്ളിയിൽ നിന്നല്ല തടഞ്ഞ്, ഒറ്റ റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മദീനത്തെ പള്ളിയിൽ നിന്നാണ് തടഞ്ഞത്. അതുകൊണ്ട് ഹബീബ് പഠിപ്പിച്ചതിലേറെ ഒരു ഇഷ്ടം നമുക്കില്ല. അത് നമ്മൾ പഠിച്ചത് ആരോടും പറയും. ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ നോക്കിയിട്ട് മസ്അല പറയലില്ല. അതിന്റെ മസ്അല തെറ്റാണ്. അപ്പൊ തെറ്റല്ല, ഞങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഓൾക്ക് ഭയങ്കര ഇഷ്ടാവും. ഓലെ ഇഷ്ടമല്ല നമ്മൾ നോക്കുക. നമ്മൾ പറഞ്ഞ മസ്അല റബ്ബ് ചോദിക്കും. അത് ആൾക്കാരെ ഇഷ്ടത്തിന് പറഞ്ഞാൽ റബ്ബ് വിടൂല. അതുകൊണ്ട് നമ്മൾ പഠിച്ചതന്നെ പറയും. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ഉണ്ടാവാ, അല്ലാത്തവർക്ക് വെറുപ്പുണ്ടാകാം. വെറുപ്പും ഇഷ്ടം നോക്കിയിട്ട് ദീൻ പറയലില്ല. ദീൻ അല്ലാഹുവിൻ്റെതാണ്. പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചത് മാത്രം പറയും. അതാണ് നമ്മൾ സ്വീകരിക്കുന്ന ശൈലി. 4 മദ്ഹബുകളിൽ നിന്നും ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് ഇന്ന് അപകടകരമായ വാക് സംഘടനകളും മറ്റും നടക്കുന്നത് കൊണ്ട് സൗദി അറേബ്യയിലെ ഔഖാഫ് ഷൂറ കൗൺസിൽ ഏകീകൃതമായിട്ട് ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞ റമദാനിൽ മദ്ഹബുകളെ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും സംവാദത്തിന് ഇടയാക്കിക്കൊണ്ട് സമുദായത്തിൽ നല്ലൊരു പ്രവണത സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടൊരു തീരുമാനം ഈ കഴിഞ്ഞ റമദാനിലുണ്ട്. മനസ്സിലായി. അതായത് മൂപ്പര് പറഞ്ഞത് സൗദി ഗവൺമെന്റിന്റെ പുതിയ തീരുമാനങ്ങളെ നമ്മളൊക്കെ അംഗീകരിച്ച് മദ്ഹബ് ഒഴിവാക്കണം എന്നാണ്. ഞാൻ പറയുന്നു, സൗദിയിൽ എന്ത് നടക്കുന്നു, അമേരിക്കയിൽ എന്ത് നടക്കുന്നു, അതിന് നോക്കിയിട്ടൊന്നും നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂല. അറബികളും സൗദിയിൽ ചെന്ന് എന്തെല്ലാം നിസ്കാരങ്ങൾ കാണാം, അതെല്ലാം നമ്മൾ അനുകരിക്കാം. നമുക്കൊരു ദീനുണ്ട്, അത് അള്ളാഹുവിന്റെ ദീനാണ്. ഇപ്പൊ സൗദി പോയാൽ ഞങ്ങൾക്ക് ജാറം കാണും. ഒമാനിൽ എത്രയോ സ്ഥലത്ത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മാസിൻ തങ്ങൾ, നിങ്ങളെല്ലാം സിയാറത്ത് ചെയ്യാം. ഇവിടുന്ന് 100 കിലോമീറ്റർ അകലെ സമായിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട മാസിൻ തങ്ങളെ മഖ്ബറയുള്ളത്. സിയാറത്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒമാനിൽ വന്നിട്ട് മാസിൻ തങ്ങളെ സിയാറത്ത് ചെയ്യാതെ ആരും പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് മഖ്ബറകൾ ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നു, അവിടെ ഇല്ല. എന്തേ കാരണം? നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ പൊളിച്ചതാ. നേരത്തെ ഉണ്ടായിരുന്നു, കിതാബിന്റെ കയ്യിലുണ്ട്, ബദീഉൽ-ഉർഖദ്, അങ്ങോട്ട് നിങ്ങൾ നോക്ക്, പരിശോധിച്ച് നോക്ക്. സൗദി അറേബ്യയുടെ ചരിത്രം പറയുന്ന കിതാബാണ്, സൗദി ഗവൺമെന്റ് പുറത്തിറക്കിയതാ. ഇതിൽ പല സ്ഥലങ്ങളിലും ജന്നത്തുൽ ബഖീയിലും അതുപോലെയുള്ള ഖബർസ്ഥാനുകളിലൊക്കെ ഖബറിന് മുകളിലുള്ള കുബ്ബകളും കെട്ടിപ്പൊക്കിയ ഖബറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പൊളിച്ചു മാറ്റി. ഇനി നമ്മൾ പൊളിച്ചു മാറ്റിയ അതില്ല. ആരെന്ത് പറയുന്നു എന്നല്ല, ഇബ്നു ഹജർ തങ്ങൾ തൊഹഫയിൽ പറയുന്നു,
അതിന്റെ അപ്പുറത്ത് നമുക്കൊരു മദ്ഹബില്ല. അതങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ആര് പറഞ്ഞാലും നമുക്ക് ദീനാണ് തെളിവ്. മുൻഗാമികളെ വിട്ട് നമ്മളൊരു ഐക്യത്തിനും ഇല്ല. ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്കെതിരിൽ കൊമ്പ് കോർക്കുന്ന ഈ കാലത്ത് സുന്നിയും മുജാഹിദും തമ്മിലടിച്ച് ഇങ്ങനെ പിരിയുന്ന അവസ്ഥകളൊക്കെ ഒന്ന് രണ്ട് സുന്നി കുട്ടികളോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, മുജാഹിദുകള് സുന്നികളെ കൊല്ലല് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പിൻവലിച്ചാല് നമുക്ക് നോക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കേൾപ്പിച്ചാൽ നന്നായിരുന്നു. മുജാഹിദുകള് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഒരുപാടുണ്ട്. അതിന്റെ ബാബിലേക്ക് കടന്നാൽ അത് ഒരുപാട് നമുക്ക് പറയേണ്ടതുണ്ട്. മുജാഹിദുകൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കാം. ഞാൻ പറയുന്നത് ഇതൊരു ചോദ്യമാണ്. ഏത് എല്ലാവരും മുസ്ലിമുകൾക്കെതിരെ തിരിയുമ്പോൾ പിന്നെ നമ്മൾ എടിയുള്ള പ്രശ്നം പറയണം. എടിയിലുള്ള പ്രശ്നം വലിയ പ്രശ്നം. നമ്മളെ എടിയിൽ കയറ്റി മുസ്ലിമായി ദീൻ നശിപ്പിക്കാൻ നോക്കുക. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പ്രശ്നം. പക്ഷേ മുസ്ലിമീങ്ങൾ തന്നെ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. ഒരു മുസ്ലിം തന്നെ ആദ്യം ആർക്കെതിരില്ല സമരം പ്രഖ്യാപിച്ചത്? ഈ ചങ്ങായിക്കെതിരില്ല. കാരണം ദീനിന്റെ പേരിൽ ഫിത്ന ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മൾ അവരോട് ഈ നിലപാട് അതിലുണ്ടല്ലോ മുജാഹിദ് ബാലുശ്ശേരി നേരത്തെ എടുത്തിട്ടുണ്ട്. അവരോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ വെറുതെ 580 എടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ കൃത്യമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കർശനമായ സമീപനം നമ്മൾ തീരുമാനിക്കാനുള്ള കാരണങ്ങൾ. ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആലിമീങ്ങൾ ഈ വിഷയത്തിൽ ഇത്ര കർശന തീരുമാനം എന്ന് പറഞ്ഞാൽ വഹാബി ആകരുത്, ജമാഅത്ത് ആകരുത് എന്ന് മാത്രമല്ല, അവരോട് സ്നേഹബന്ധം പോലും പുലർത്തരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണെന്നറിയൂ? നമ്മളെ ഏറ്റവും വലിയ സ്വത്ത് ഈമാനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ സലാമത്താകണം. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. സ്നേഹം അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, വെറുപ്പും അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ കേട്ടോ, ഒരു ഹദീസ് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നു. മഹാനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ പോകുമ്പോൾ ഈ ഹദീസ് ഇങ്ങനെ മനസ്സിൽ വരണം കേട്ടോ. ഇമാം ദാറഖുത്നി ഉദ്ധരിച്ച ഹദീസാണ്. ഇന്നല്ലാഹ ഇഖ്താറ ലി അസ്ഹാബൻ, അല്ലാഹു എനിക്ക് ചില സ്വഹാബികളെ സെലക്ട് ചെയ്തു തന്നു. ഫജഅലഹും അസ്ഹാബി, എന്റെ സ്വഹാബികൾ അവരെന്റെ സ്വന്തം ആളുകളാണ് കേട്ടോ. എന്നാൽ വസയജീഉ, ശേഷം ചില ആളുകൾ വരും. മംബഅദഹും, അവരെ ശേഷം ചില ആളുകൾ വരും. യന്തഖിസൂനഹും വയസുബ്ബൂനഹും, സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ചില ആളുകൾ വരും. സ്വഹാബത്തിനെ കൊച്ചാക്കുന്ന ആളുകൾ വരും. 2 ബാങ്ക് കൊടുത്ത ഉസ്മാൻ തങ്ങളുടെ നടപടി ശരിയില്ലെന്ന് പറയുന്നവർ വരും. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നടപടി ശരിയില്ലെന്ന് പറയുന്നവർ വരും. നബി തങ്ങളുടെ നിർദ്ദേശം കേട്ടോ, ഫൈനദ്റക്തുമൂഹും, ആ വിഭാഗത്തെ നിങ്ങൾ കണ്ടാൽ, എന്റെ സ്വഹാബത്തിനെ കുറ്റം പറയുന്ന ടീം നിങ്ങളെ കാലത്ത് വന്നാൽ, ഫലാ തുനാകിഹുഹും, നിങ്ങൾ അവരോട് വൈവാഹിക ബന്ധം നടത്താൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ ദീൻ. പോരാ, വലാ തുആകിലുഹും, അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാനും പോകണ്ട. എന്നിട്ട് പറയുന്നു, വലാ തുസല്ലൂ മഅഹും, അവരെ കൂടെ നിസ്കരിക്കണ്ട. വലാ തുസല്ലൂ അലൈഹിം, അവരെ മേലിലും നിസ്കരിക്കണ്ട. അവരെ കൂടെ നിസ്കരിക്കണ്ട, അവർ മരിച്ച അവരെ മേലിലും നിസ്കരിക്കണ്ട. ഇമാം ദാറഖുത്നി ഉദ്ധരിച്ച ഹദീസ്. മാത്രമല്ല അവിടെ നിന്ന് പറഞ്ഞു, മൻ മശാ ഇലാ സ്വാഹിബി ബിദ്അ, ഒരു പുത്തൻവാദിയുടെ സമീപത്തേക്ക് ഒരാൾ നടന്നുപോയി. ലിയുവഖിറഹു, അവനെ ബഹുമാനിക്കാൻ വേണ്ടിയാ പോയത്. എന്നാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ തകർക്കാനാണ് അവൻ പോയത് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ബിദ്അത്തുകാരനായ ആവാതിരുന്ന പോരാ, അവനോടുള്ള അടുപ്പവും പറ്റും. ഈമാനുള്ളവൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറയും നമ്മളെങ്ങനെ അനുസരിക്കുക? ആ വ്യക്തിപരമായ വൈരാഗ്യമല്ല. ഇത് നമ്മളെ ആലിമീങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അൽഹംദുലില്ലാ ഇന്ന് സുന്നിയാന്ന് പറയാൻ പറ്റുന്ന ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടായത്. മഹാനായ അമാനത്ത് കോയണ്ണി മുസ്ലിയാർ, നമ്മുടെ ആദ്യകാല പണ്ഡിതൻ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ മകളെ കെട്ടിച്ചു കൊടുത്ത ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മുബത്തദീന് കെട്ടിച്ചു കൊടുത്ത നരകത്തിലേക്ക് പറഞ്ഞേക്കാം. ഈ പെണ്ണിനെ നല്ല ബോധം വേണം. വളരെ കൃത്യമാണ് വിഷയം. അമാനത്ത് കോയണ്ണി മുസ്ലിയാർ മകളെ വിവാഹം ചെയ്തത് സുന്നിക്കന്നെ, നല്ല സുന്നി ആൾക്കാർ. കുറച്ചു കഴിഞ്ഞപ്പോൾ വഹാബിയായി. അമാനത്ത് കോയണ്ണി മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ വിളിച്ചു വരുത്തി, ഉപദേശിച്ചു, ഒരുപാട് ഉപദേശിച്ചു. നന്നാകുന്നില്ല. സ്വന്തം മകളെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വഹാബിയുടെ കീഴിൽ
എന്റെ മകൾ ജീവിക്കേണ്ട തൊലാക്ക് ചൊല്ലി ഒഴിവാക്കുക. തൊലാക്ക് ചെല്ലണം. അവിടെ പരലോകല്ലേ വലിയ വിഷയം, ഇത് കഴിഞ്ഞു പോലെ. അപ്പൊ പറഞ്ഞു അയാൾ, ഞാൻ തൊലാക്ക് ചെല്ലൂല, തൊലാക്ക് ചെല്ലൂല. സമസ്ത മുശാവറ കൂടി തീരുമാനമായി. ഫിഖ്ഹിന്റെ, ഖുർആനിന്റെ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിലേക്ക് പോകാൻ ആ പെണ്ണിനെ സമ്മതിച്ചുകൂടാ. അതുകൊണ്ട് അവൻ തൊലാക്ക് ചെല്ലുന്നുണ്ടല്ലെങ്കിൽ ആ പെണ്ണിനെ അങ്ങോട്ട് അയാളെ ഫസ്ഖ് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ ഉണ്ടായത്. അമാനത്ത് കോഴി മുസ്ലിയാരുടെ മകൾ മുബത്തദിയായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഭർത്താവിനെ ഫസ്ഖ് ചെയ്ത് ഒഴിവാക്കി. അപ്പൊ 7 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി പെണ്ണിന്റെ കയ്യിലാ. അപ്പൊ ചിലർ വന്ന് സംസാരിച്ചു, കുട്ടി നിങ്ങൾക്ക് കിട്ടൂല. ആ കുട്ടിയെ ജനലിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വിദഗ്ധകാരനായതിന്റെ പേരിൽ ഒരു കുട്ടിയെ ഒഴിവാക്കിക്കൊണ്ടെന്ന ആ പ്രശ്നമൊന്നുമില്ല, എടുത്തുകൊണ്ടുപോയിക്കോ, എനിക്ക് വേണ്ട. ആ പെണ്ണാണ് പിന്നീട് തെരുവണ ഉസ്താദിന്റെ ഭാര്യയായി വന്നത്. കഴിഞ്ഞ ലക്കം റിസാലയിൽ നിങ്ങൾക്കത് വായിക്കാം. OM തെരുവണ എഴുതിയ കുറിപ്പിൽ ഞാൻ പറയുന്നത് അതാ സുന്നത്തെ ജമാഅത്ത്. ഇത് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ സുന്നി എന്ന് പറഞ്ഞൊരു വിഭാഗം ഇവിടെ ഉണ്ടായത്. ഇന്ന് ബാലുശ്ശേരിയൊക്കെ അനുഭവിക്കുകയാണത്. ബാലുശ്ശേരി താമസം മാറ്റി നമ്മളെ ചെലൂർ പുത്തനത്താണി അടുത്ത നമ്മളെ സ്ഥാപനത്തിന്റെ അടുത്താ ബാലുശ്ശേരി ഉള്ളത്. അയാൾക്കൊരു മൗലവി വീട് വെച്ചു കൊടുത്തതാ. വീട് വെച്ചു കൊടുത്ത ആളിപ്പോ ഗ്രൂപ്പ് മാറിപ്പോയി. വേറെ കാര്യം. അയാളൊക്കെ അനുഭവിച്ചു നമ്മളെ ഈ തീരുമാനം. അയാൾക്ക് ഒരു സുഖം എല്ലാം വിളിച്ചു പറയുമല്ലോ. അയാൾ പറഞ്ഞു, ഞാനൊരു ദിവസം ഈ പ്രദേശത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു, സുന്നി കുട്ടികളാ. ഞാൻ അവരോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ ചെറിയൊരു കുഞ്ഞാണ്. കുഞ്ഞു പറഞ്ഞത്രേ, പോടാ എൻ്റെ ഒരു സലാം, പോയി ബാലനോട് സലാം പറയടാ. എന്നിട്ട് ഇയാൾ പറയാണ്, പടച്ചോനെ, എന്റെ പ്രായത്തെ പോലും മാനിക്കാതെ ഈ കുട്ടി ഇത് പറഞ്ഞു പോയല്ലോ. എങ്ങനെ കുട്ടി പറയാതിരിക്കും? നമ്മളെ കഫറാക്കിയാൽ. ബാലുശ്ശേരി തന്നെ അനുഭവം പറയാം. അയാൾ പിന്നെ അയാൾ തന്നെ പറഞ്ഞോളൂല്ലോ. അയാളെ അനുഭവം അയാൾ തന്നെ പറഞ്ഞോട്ടെ, വെച്ചോളൂ. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6 or 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം, ഇജ്ജ് പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ. മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഇവിടെ മുസ്ലിം ആരാ വളർത്തുന്നത്? അത് AP ഉസ്താദ് തന്നെയാ വളർത്തുന്നത്. അത് കിട്ടൂല മോനെ. നല്ല സുന്നി എന്ന് പറയാൻ പറ്റിയ മക്കളെയാണ് നമ്മൾ വാർത്തെടുത്തത്. ആദർശത്തിന്റെ അപ്പുറത്തൊന്നുമില്ല എന്ന് സമുദായത്തെ പഠിപ്പിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടോ? വേഗം ചോദിച്ചു, വേഗം വരട്ടെ. പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അല്ല, സലാം ഒരാൾക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്നൊരു മുസ്ലിം സഹോദരനോട് പറയുന്നതും മരിച്ചാലും തീരാതെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഈ സമുദായത്തിനെ വീണ്ടും അകറ്റാൻ കാരണമല്ലേ എന്നുള്ളതാണ് മറ്റൊരു. ഞാനല്ലല്ലോ പറഞ്ഞു, നബിതങ്ങളല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ വലാ തുസല്ലു മഅഹും, അവരെ കൂടെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അതെ, ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ സലാം പറയാൻ പാടില്ല എന്നോടത്തൊരു കാര്യം, ഒരു മുസ്ലിം അല്ലേ എന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, മുസ്ലിം ആയതുകൊണ്ട് സലാം പറയാൻ പറ്റില്ല. ഒരാൾ കക്കൂസിലിരിക്കുകയാണ്, അയാളോട് നമുക്ക് സലാം പറയാൻ പറ്റുമോ? അയാൾ മുസ്ലിം അല്ലാത്തതുകൊണ്ടല്ല, അയാൾ കക്കൂസിലായതുകൊണ്ടാണ്. കക്കൂസ് നിന്ന് എഴുന്നേറ്റ് വന്നാൽ പറയാം. ഇതുപോലെ വിദഗ്ധാകുന്ന കക്കൂസ് എന്ന് എഴുന്നേറ്റ് വന്നാലും അന്ന് സലാം പറയാം. അള്ളാഹുവിന്റെ റസൂല് മറ്റുള്ള പ്രവാചകന്മാരോട് സഹായം തേടിയിട്ടുണ്ടോ? തീർച്ചയായും. തെളിവുള്ള തീർച്ചയായും അള്ളാന്റെ റസൂലിനോടാണ് എല്ലാവരും തേടുക. കാരണം നേതാവ് നബിതങ്ങളാണല്ലോ. എല്ലാവരും നബിതങ്ങളോടെ തേടുക. ഈസാ നബി വന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ച് എല്ലാവരും അങ്ങനെ ഉണ്ടാകുക. എന്നാലും അത് അനുവദനീയമാണ് എന്ന് വരുത്താൻ വേണ്ടി ചിലപ്പോൾ നബിതങ്ങൾ അതും പഠിപ്പിക്കും. അതാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. നിങ്ങൾ അടങ്ങാറാകുമ്പോൾ പറയേണ്ട വചനമാണ് അഊദു, ഞാൻ കാവൽ തേടുന്നു, ബികലിമാത്തില്ലാഹി തമ്മാത്ത്, അന്ത കലിമാത്തു തമാത്തിനോട് കാവൽ തേടുന്നു. കലിമാത്തു തമാത്ത് എന്ന് പറഞ്ഞാൽ ഇമാം റാസി പറയുന്നു, അൽ-അർവാഹുൽ ആലിയത്തുൽ മുഖദ്ദസത്തു ത്വയ്യിബത്തു ത്വാഹിറ, മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ആത്മാവാണ് കലിമാത്തു തമാത്ത്. അപ്പൊ എല്ലാ അമ്പിയാക്കളോടും എല്ലാ മഹാന്മാരോടും ഞാൻ കാവൽ തേടുന്നു എന്ന് പറയണം എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല, വേഗം പറഞ്ഞു.
ആയത്ത് പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ വയൂതൂനസ് സകാത വഹും റാകിഊൻ. അല്ലാഹുവാണ്, റസൂലാണ്, അതുപോലെ റസൂലാണ്, മറ്റുള്ള മുഅ്മിനീങ്ങളാണ് നിങ്ങളെ സഹായി എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, വമയ്യതവല്ലല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ സഹായിയാക്കിയാൽ, വറസൂലഹു, റസൂലിനെയും സഹായിയാക്കിയാൽ, വല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ സഹായിയാക്കിയാൽ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്, അല്ലാഹുവിന്റെ പാർട്ടിക്കാര് വിജയിച്ചവർ തന്നെയാണ്. അപ്പൊ ഖുർആനും ഹദീസും അല്ല. ഒന്ന് ലോകത്ത് ഒരുപാട് മദ്ഹബ്, അത് പ്രബലമായ 4 മദ്ഹബ് എന്നാണ് കിതാബുകളിൽ പറഞ്ഞതായിട്ട് അറിവ്. എങ്ങനെ? പ്രബലമായ 4 മദ്ഹബ്. അപ്പൊ പ്രബലമല്ലാതെ ഒരുപാട് മദ്ഹബ് ലോകത്ത്. അതെ, നമുക്ക് ഇബ്നു തൈമിയ, അതുപോലെ ഇബ്നുൽ ഖയ്യിം പോലെ മുസ്ലിം ലോകം തള്ളപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ചില ആളുകൾ പറയും അൽബാനി മദ്ഹബ് പറഞ്ഞൊരു സാധനമുണ്ട്, അൽബാനി, നാസറുദ്ദീൻ അൽബാനി, അയാളെ തഖ്ലീദ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അപ്പൊ അത്തരം വേണ്ടാത്ത ആളുകളുമായുള്ള ബന്ധം വേണ്ട എന്ന് തീർത്തു പറയാനാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടത്. അതങ്ങനെ തന്നെയാണ്. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ഖുർആനും അനുസരിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഇമാമിങ്ങളൊക്കെയും അതാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. ചോദ്യം, ഈ പ്രബലമായ 4 മദ്ഹബ് അല്ലാത്ത മദ്ഹബുകൾ ഞാൻ പറഞ്ഞല്ലോ, അല്ല ഞാൻ വരുന്നേ ഉള്ളൂ. പ്രബലമായ 4 മദ്ഹബ് അല്ലാത്ത മദ്ഹബ്, എല്ലാ മദ്ഹബും ഇസ്ലാമിൽ പെടാത്തവരാണോ? എങ്ങനെ? പ്രബലമായ 4 മദ്ഹബിൽ പെടാത്ത എല്ലാവരും. ഞാൻ പറഞ്ഞു തീർച്ചയായും അതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഉസ്താദ് ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇല്ല, പുനഃപരിശോധിക്കലില്ല, പുനഃപരിശോധിക്കണം. 4 മദ്ഹബ് അല്ലാത്ത ഞാൻ പ്രബലമായ മദ്ഹബുകൾ ഉണ്ട്. അത് ഒന്ന് നേരത്തെ പറഞ്ഞതോടെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അതിലൊന്നും ഒരു പുനഃപരിശോധനയില്ല. വിഷയത്തിലേക്ക് വരട്ടെ. ഒന്ന്, ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒമാനിൽ ഈ മസ്കത്തിൽ ഞാൻ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞു. യാതൊരു അർത്ഥമില്ല നിങ്ങൾ ആ ചോദിക്കുന്നതിൽ. അതിന്റെ മറുപടി നേരത്തെ നിങ്ങൾ ചോദിച്ചതിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കൃത്യമാണ് വിഷയം. ഞാൻ അവരെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചതിന് ശേഷമേ ആരെ കുറിച്ച് നമ്മൾ പറയൂ. അത് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളെ ഉദ്ദേശം നമുക്കറിയാം, ഈ ചോദ്യകർത്താക്കൾക്കും എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇടപെടണ്ട. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഇത് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. അൽബാനി, ഇബ്നു ഖയ്യിം പോലെയുള്ള പിഴച്ച ഒരുപാട് ആളുകൾ മദ്ഹബായി വഹാബികൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അംഗീകരിക്കുന്നു. അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുകയില്ല. തീർച്ചയാണ് അതിന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ക്രോഡീകരണം പൂർത്തിയാക്കിയ മദ്ഹബ് 4 എന്നുള്ളത് എന്നും നമ്മൾ പറയുന്ന വസ്തുതയുമാണ്. വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഉസ്താദ് നേരത്തെ ഒരു സുന്നി വിഷയമായിട്ട് ഒരു ഉസ്താദ് തലാഖ് ചൊല്ലിയ ഫസ്ക് ചെയ്ത ഒരു വിഷയം പറഞ്ഞു. ഇത്തരത്തിൽ ഉള്ള പുതിയാപ്പിള ഉള്ള മറ്റുള്ള ഉസ്താദുമാർ ഉസ്താദിന്റെ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഉസ്താദന്മാരുണ്ടോ? അവർക്കെതിരെ നിങ്ങളുടെ സംഘടന എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല, സംഘടനക്ക് പണി പുതിയാപ്പിളമാർക്കെതിരെ നടപടി എടുക്കലല്ല. സംഘടനക്ക് അതിൻ്റെതായ അജണ്ടകൾ ഉണ്ടാവും. സംഘടനയുടെ നയം ഞങ്ങൾ പറഞ്ഞു എന്താണെന്നറിയോ? അത് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, ഫലാ തുനാകിഹൂഹും, നിങ്ങൾ അവരോട് വൈവാഹിക ബന്ധം നടത്താൻ പാടില്ല. നടത്തിയാലോ നരകം പോയിട്ടുള്ള ആൾ ഒഴിവാക്കിക്കോട്ടെ. ഇനി മസ്അലയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു. കുഫു വെക്കൂല സുന്നിക്ക്. കുഫു വെക്കാത്ത വിഷയത്തിൽ എന്താ നിക്കാഹ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ നയമാണ്. അത് മഹാനായ ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഫലാ തുനാകിഹൂഹും ദാറുഖുത്നി ഉദ്ധരിച്ച ഹദീസാണ്. അതിന്റെ പേരിൽ നടപടി എടുക്കാനല്ല ഞങ്ങളെ സംഘടനക്ക് പണിയെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി. മഹാനായ അഷ്റഫുൽ ഹഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ജനനവും അവിടുത്തെ വഫാത്തും ഒരേ ദിവസമായിരുന്നു. തീർച്ചയായും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിന ആഘോഷിക്കുന്നതിനുള്ള വിധിയൊന്ന് പറഞ്ഞു. സുന്നത്താണ്. അന്ന് തന്നെ വഫാത്തും അതാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ആ ചോദ്യവും ഉത്തരവും തന്റെ ഫതാവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നബിദിനം കഴിക്കുന്ന എന്തിനാണെന്നറിയാം? അത് അള്ളാഹുവിന്റെ റസൂൽ എന്ന നിഅമത്ത് നമുക്കുണ്ടായതിലുള്ള ശുക്റാണ്. അപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടായാൽ നമ്മളത് ആഘോഷിക്കണം, പറയണം. കുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിന്റെ റസൂലാകുന്ന അനുഗ്രഹം കൊണ്ട് സന്തോഷം പ്രകടനം നടത്തണം എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതേ സമയത്ത് മരണം അത്
അതൊരു ആഘോഷമാക്കുക അല്ലെങ്കിൽ അതിനെ ആചരിക്കുക, അത് ഇല്ല. അപ്പൊ ഇല്ലാത്തത് നമ്മൾ ഒഴിവാക്കി, ഉള്ളത് നമ്മൾ സ്വീകരിച്ചു. ഈ ചോദ്യവും ഉത്തരവും ഇമാം സുയൂത്തിയുടെ അൽ ഹാബീലിൽ ഫതാവയിൽ കാണാവുന്നതാണ്. പിന്നെ വേഗം ചോദിക്കുക, സമയം വളരെ അതൊരു മസാല പറഞ്ഞതാ. അറിയാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ അറിയാതെ തൊട്ടാലൊന്നും അറിയാത്തില്ലെങ്കിൽ ഇപ്പം ഒരു ഇതിനകത്ത് ക്ലിപ്പിംഗ് കാണിച്ചിരുന്നല്ലോ, മുജാഹിദിന്റെ നേതാവ് പറഞ്ഞിരുന്നു. അവരെ അറിഞ്ഞു അറിയാതെ എങ്ങനെ തൊട്ടാലും മുറിയില്ല. നിങ്ങൾ എത്ര നമ്മളെ പറഞ്ഞതാ, ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം മുറിയും തന്നെയാണ്. ഇനി നമ്മൾക്ക് എന്തായാലും തൊടുമെന്ന് ഉറപ്പുള്ള ഇടത്ത് ചില പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രൂപത്തിൽ തൊട്ടാ മുറിയൂല. നമ്മൾ ബോധമില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടണമെന്ന ഉദ്ദേശത്തോടെ അല്ലാതെയാണെങ്കിൽ അവിടെ ചെറിയ അളവ് ആ വിഷയത്തിൽ തന്നതാണ്. അത് മറ്റുള്ളവർക്ക് നീ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണ്ട. അല്ല അങ്ങനല്ല, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഇങ്ങനെ കൈമുട്ടിയാല് നിസ്കരിച്ചിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുവാണെങ്കിൽ അല്ലാതെ അവിടെയും ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അതെന്തെങ്കിലും ഒതു കൊടുക്കണം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേ സമയത്ത് അവിടെ പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഷാഫി മദ്ഹബിലുള്ള ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം പരിഗണിച്ച് നമ്മൾ ചെയ്യും. വീട്ടിൽ അവിടെ ചെയ്യേണ്ട വേണം തീർച്ചയായും. കാരണം എന്താണ്, നമ്മളവിടെ എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടത് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായങ്ങൾക്കാണ്. മറ്റത് നമ്മൾ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് എടുക്കുന്ന മസ്തകളാണ്. അസന്നിഗ്ധ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അപ്പുറത്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ സുന്നി വിഭാഗത്തിലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഉമ്മറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോ, ഉമ്മറയ്ക്കും ഹജ്ജിനും ഒക്കെ ഇവിടുന്ന് സുന്നി വിഭാഗത്തിന്റെ ആൾക്കാർ തന്നെ പോകുമ്പോ ബസ്സൊക്കെ കുറച്ചങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പം പിന്നെ ഹനഫി മദ്ഹബിലോട്ട് മാറില്ല. അതും ആവാം, അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു അങ്ങനെ അത്രത്തോളം ലാഘവത്തോടെ ഈ മദ്ഹബ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നും പറ്റില്ല, ലാഘവൊന്നും ഇല്ലാതെ. അതാണ് അസന്നിഗ്ധ ഘട്ടം എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ലാഘവത്തോടെ ആ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എപ്പോഴും അറിയോ, കഞ്ഞി വെള്ളം കൊടുക്കുമ്പോൾ തട്ടലൊക്കെ അത് വേണ്ട. അതൊക്കെ അസന്നിഗ്ധ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. പിന്നെ എന്തായാലും ഒന്ന് തൊട്ട് നോക്കണം തന്നെ പറഞ്ഞു. ആകട്ടെ, ഇനി തീർത്ഥാടനം ഉദ്ദേശിച്ച് 3 പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഒഴിവുണ്ടോ അതോ ലാ തുസദ്ദുദ്ദിഹാലു ഇല്ലാ ഇലാ, അതല്ല ഉദ്ദേശിച്ചത്. സലാസത്തി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ പോകാൻ പാടില്ല, വാഹനം കെട്ടി പുറപ്പെടാൻ പാടില്ല എന്നാണ് വഹാബികൾ അതിനർത്ഥം വെക്കുക. ആകെ ഇടങ്ങാറാകുന്നതായി. കാരണം നാട്ടിൽ നിന്ന് ഒമാനിക്ക് വരാൻ പറ്റില്ല. കാരണം 3 പള്ളികളിലേക്കല്ലേ വാഹനം കെട്ടി പുറപ്പെടാൻ പറ്റുള്ളൂ. നേരെ ഹദീസിന്റെ അർത്ഥം വെച്ചാൽ അങ്ങനെ കിട്ടുക. ലാ തുസദ്ദുദ്ദിഹാൽ, വാഹനം റെഡിയാക്കി പുറപ്പെടാൻ പാടില്ല 3 പള്ളിയിലേക്കല്ലാതെ. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ. ആ പള്ളി പുണ്യം ഉദ്ദേശിച്ച് നോക്കി പിന്നെ എന്ത് ചെയ്യാന്നറിയോ, അപ്പൊ റെഡിയാവും സംഗതി. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പുണ്യം ഉദ്ദേശിച്ച് പോകാൻ പാടില്ല. അപ്പൊ എന്തിന്റെ പുണ്യം? മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഇനി ഞാൻ പറഞ്ഞു, ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ, ഈ ബുഖാരിയുടെ ഹദീസാണ്, ആ ഹദീസ് ചർച്ച ചെയ്യുന്നിടത്ത് പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് 3 പള്ളിയിലേക്ക് പുണ്യം ഉദ്ദേശിച്ച് പോകാൻ പാടുള്ളൂ, അതുകൊണ്ട് മറ്റു മക്ബറയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഇനി ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. ഹദീസിന്റെ താല്പര്യം എന്താണെന്നറിയും, പള്ളി എന്ന നിലക്ക് പുണ്യമുണ്ട് എന്ന രൂപത്തിൽ 3 പള്ളിയിലേക്കല്ലാതെ പോകാൻ പാടില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ല? നമ്മളെ മസ്കറ്റിലെ പള്ളിയിൽ ഒരാൾ എഴുത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കി, എന്നാ പിന്നെ ഇവിടെ തന്നെ എഴുത്തിക്കാഫിരിക്കണം എന്നുണ്ടോ? ഇല്ല. കേരളത്തിലെ പള്ളിയിൽ നിന്ന് ഇരിക്കാം. കാരണം 2 പള്ളിയും പള്ളി എന്ന നിലയ്ക്ക് സമമാണ്. 3 പള്ളിക്ക് പ്രത്യേകം പ്രതിഫലമുണ്ട്. ഒന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മദീനത്തെ പള്ളി, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. ഇതിൽ നിസ്കരിച്ച ഒരുപാട് പ്രതിഫലമുണ്ട്. അപ്പൊ ഇവിടുന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ പോവാണ് എന്തിന്? അതിപ്പോ നമ്മളെ മസ്കറ്റിൽ നിന്ന് നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം എനിക്ക് മസ്ജിദുൽ അഖ്സയിൽ കിട്ടും എന്നതിലേക്ക് പോകാം. മസ്ജിദുൽ മദീനയിലേക്ക് പോകാം, മസ്ജിദുൽ ഹറമിലേക്ക് പോകാം. അതേ സമയത്ത് ഞാൻ പോവാണ് എന്തിനറിയും, മസ്കത്തിൽ പള്ളി നിസ്കരിച്ചാൽ പ്രതിഫലം എനിക്ക് കോഴിക്കോട്ടെ പള്ളിയിലുണ്ട് എന്ന് മനസ്സിലാക്കി പോയാൽ അത് തെറ്റാണ്. പള്ളി എന്ന നിലക്ക് ഈ 3 പള്ളിയേ ഉള്ളൂ. വേറെ കാരണം കൊണ്ട് കൂലി കൂടിട്ടോ, അത് വേറൊരു കാര്യം. ഇപ്പൊ നമ്മളവിടെ ഒരു പള്ളി ഉണ്ട്, അപ്പള്ളിയിലുള്ള ജമാഅത്ത് നിസ്കാരത്തിന് 100 ആളാ വരുന്നത്, ഇപ്പുറത്തെ പള്ളിയിൽ 200 ആളാണ്. അപ്പൊ ജമാഅത്തിന് ആള് കൂടിയെന്ന നിലക്ക് ഇവിടെ കൂലി കൂടും, അതിന് പോകാം. പള്ളി എന്ന നിലക്ക് 3 പള്ളികൾക്ക് മാത്രമേ പുണ്യമുള്ളൂ, ബാക്കി എല്ലാ പള്ളിയും പുണ്യത്തിൽ സമമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ പോകരുത് എന്നാണ് ഹദീസിന്റെ അർത്ഥം. ഇത് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇമാം ബുഖാരിയുടെ ഹദീസ് രേഖപ്പെടുത്തി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ചോദ്യം കൂടി. ഇല്ല പറഞ്ഞു കൊടുത്ത് ബഹുമാനപ്പെട്ട ഹാഫിദുൽ മുന്തിരി 6-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. മസ്ജിദുൽ ഹറാമിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു, ഈ പറഞ്ഞത് പുരുഷന്മാർക്കുള്ളതാണ്, സ്ത്രീകൾക്ക് അവരുടെ വീട് തന്നെയാണ് ഉത്തമം. ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്. പിന്നെ ഈദ്ഗാഹിന് പെണ്ണുങ്ങളെല്ലാം മറ്റുള്ളവരെല്ലാം അവിടെ പോയി ഇരിക്കുന്നില്ലേ, അതിൽ
പിന്നെ നിങ്ങൾ കുറ്റം പറയുന്നത്. അപ്പോൾ ഈ സലാത്ത് നഗറില്ലേ, ഈ നോമ്പ് 27 അന്ന് പള്ളിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഹൈർ പറയുന്നത്. അപ്പോൾ ഈ മൈതാനത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ വിശദമായി നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ 3 വിഷയമാണ്, 2-3 ഒറ്റയടിക്ക് ഞാൻ മറുപടി പറഞ്ഞു. ശരിക്കും മനസ്സിലായിക്കോളൂ. ഈദ്ഗാഹ്, നിസ്കാരം, ജുമുഅ ജമാഅത്ത്, ഇവർക്ക് വേണ്ടി ഒരു പെണ്ണും പോകാൻ പാടില്ല, അതിൽ തർക്കമില്ല. അതേ സമയത്ത് ഖബർ സിയാറത്ത് ചെയ്യാൻ ഒരു പെണ്ണിന് പോകാം. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ മക്കളോ പെൺമക്കളോ ആരും ഒറ്റ ജുമുഅ ജമാഅത്തിന് പോയില്ല. ഞാൻ ഇവിടെയും മേലെ വിളിക്കും, സ്ത്രീ പള്ളിയിലേക്ക് പോകാന്ന് വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ പള്ളിയിൽ പോയ ഹദീസ് ഉണ്ടോ? പെൺമക്കൾ പോയതുണ്ടോ? ഇല്ല. ഷാഫിമാൻ പറഞ്ഞതല്ല. അതാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. അതേ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയിലേക്ക് ആയിഷ ബീവി പോയിട്ടുണ്ട്. ഉമർ തങ്ങൾ ബർബ് ചെയ്തതിനു ശേഷവും പോയിട്ടുണ്ട്. മനസ്സിലായോ? ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട് ആയിഷ ബീവി. മഖബർ സിയാറത്തിന് പെണ്ണിന് പോകുമ്പോ മറച്ചു പോകണം, അത് വേറൊരു കാര്യം. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് വ്യക്താണല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് പെണ്ണ് വന്നിട്ട് നിസ്കരിക്കാൻ വരട്ടെ എന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അതേ സമയത്ത് വേറൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഇൽമ് പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാ, നിങ്ങൾ അവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു തരണം. അപ്പൊ ഇൽമ് കേൾക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരി വന്നോ, ഞാൻ വരാം, ക്ലാസ് എടുത്തു തരാം. ബുഖാരി. അപ്പൊ നബി അനുവദിച്ചു അത്. അപ്പോ പണ്ഡിതന്മാരുടെ പ്രഭാഷണവും മറ്റും കേൾക്കാൻ വേണ്ടി അതപോടെ ഒരു പെണ്ണ് പോവാണെങ്കിൽ നമുക്ക് അതിനെ വിമർശിക്കാൻ പറ്റില്ല. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മറ്റുമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. പിന്നെ അവിടെ ചോദിച്ച വേറൊരു ചോദ്യം, 27-ാം രാവിന്റെ അന്ന് പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കല്ലേ വേണ്ടത്? പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കണം, നമുക്കതിൽ തർക്കമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത്തിക്കാഫേ ചെയ്യാവൂ എന്ന് പറയാൻ പാടില്ല. അന്ന് ഏത് നല്ല അമൽ ചെയ്താലും കൂലിയാണ്. കാരണം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ചോദിച്ച ഖുർആൻ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ. ഈ ആയത്തിന്റെ അർത്ഥം ജലാലൈനി, ഇമാം ഇബ്നു കസീർ എല്ലാവരും പറഞ്ഞു എന്താണെന്നറിയാം. 1000 മാസത്തേക്കാൾ ഖൈറ എന്ന് പറഞ്ഞ ഐൽ അമലു സ്വാലിഹു ഫീഹാ. ആ രാത്രി ചെയ്യുന്ന എല്ലാ അമലും, സ്വതഖയായാലും ഇഅ്തികാഫായാലും സ്വലാത്തായാലും എല്ലാം പെട്ടു. നമ്മൾ ഒന്നിലും ചെയ്യണ്ട, ചുരുക്കണ്ട. ഇഅ്തികാഫ് ഇരിക്കാൻ നല്ലത് തന്നെ, പുണ്യം തന്നെ, തർക്കല്ല. പക്ഷെ അത് മാത്രം എന്ന് പറയരുത്. ഇത് ഇമാം ഇബ്നു കസീറും ബഹുമാനപ്പെട്ട ജലാലൈനി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുജാഹിദ് സുഹൃത്തുമായിട്ട് ഇതിന് ഡിബേറ്റ് നടന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് റസൂല് പെരുന്നാളിന് ഈദ്ഗാഹിൽ പോയിട്ട് തീർച്ചയായും അതിന് ബാക്കിയും കൂടി ആരോട് പറയാൻ പറഞ്ഞാൽ മതി. എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായും അത് ഇമാം നബവി തങ്ങള് ശറഉൽ മുഹദ്ദബിൽ ഒരു കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരുന്നില്ല, ഈദ്ഗാഹിലാണ് നിസ്കരിച്ചത്. അതിന് കാരണം എന്താ? മദീനത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി, പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വരും. മദീനത്തെ പള്ളി അന്ന് ചെറിയൊരു പള്ളിയാണ്. ലിലീഖി മസ്ജിദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ആളെ ഉൾക്കൊള്ളൂല. അപ്പൊ ഉൾക്കൊള്ളുന്ന മൈതാനത്തേക്ക് പോയതാ. ഒരു കാരണമുണ്ടായിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ഇമാം പറഞ്ഞു, ആ കാരണം ഇല്ലാതെയായാൽ എന്ന് പറഞ്ഞ വിശാലമായ പള്ളി ഉണ്ട്, ഫൽ മസ്ജിദു അഫ്ളലു, പള്ളി തന്നെയാണ് ഉത്തമം. ശർഹുൽ മുഹദ്ദബ്, മിൻഹാജ് എല്ലാ കിതാബിലും നബവി ഇമാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ മസ്ലയും. മനസ്സിലായല്ലോ? ഒരു കാരണം, ഇപ്പൊ വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. വെള്ളം ഉണ്ടെങ്കിലോ വെള്ളിട്ട് ഉതിർത്താക്കി മതി. അപ്പൊ ഈ ബാക്കി പഠിക്കൂല വഹാബികൾ, അതാണ് അവർക്ക് പറ്റിയ അബദ്ധം. പിന്നെ ഞാൻ പറയും സമയം ഞാൻ പറഞ്ഞല്ലോ, ആയിഷ ബീവി പോയത് കൊണ്ടാ പോയത്. അങ്ങനെയാണെങ്കിൽ ഈ ഔലിയാക്കൾക്ക് നമ്മളെ ഇങ്ങോട്ട് കാണാൻ പറ്റുമല്ലോ? ഔലിയാക്കൾക്കല്ലേ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകൾ അവിടെ പോയാൽ അവർക്ക് അന്യ സ്ത്രീകളെ കാണാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് മാറില്ല. എങ്ങനെ? ഞാനൊരു മുജാഹിദ്, ഈ മരിച്ചു പോയാൽ വേറൊന്നുണ്ടേ. അതെ, അവര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറുപടി. ഈ മരിച്ചു പോയാൽ പിന്നെ ആറാമും കറാത്തെല്ലാം പോയി. അതുകൊണ്ട് ആയിഷ ബീവിനോട് അതെ, അതിന് നമ്മൾ പറഞ്ഞു എന്താ അറിയോ, അങ്ങനെ കാണുന്നുണ്ടോ അല്ലേ നമ്മൾ നോക്കണ്ട. അതേ സമയത്ത് മരിച്ചു പോയവർക്ക് പിന്നെ ഹറാമും കറാത്തൊന്നും വരൂല. അസ്രായിൽ അലൈഹി സ്വലാം വന്നതോടെ അവർ പോയി. പിന്നെ ഓലെ സംബന്ധിച്ചിടത്തോളം തക്ലീഫിന്റെ ലോകത്തല്ല അവര് പോയി. നമ്മൾ ചെയ്യേണ്ടത് അത് വലിയ കാണുന്നില്ല ആൾക്കല്ല, അള്ള കാണുന്നില്ല ആൾക്ക് തന്നെ ചെയ്യേണ്ടത്. നമ്മൾ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ടേ പോകാവൂ, മുഖമടക്കം. അതങ്ങനെ തന്നെയാണ് മസ്അല. മരിച്ചു പോയവർക്ക് പിന്നെന്താണ് ഹറാമാവൂലെ? ആ ചോദ്യം പാടില്ല. കാരണം മരണത്തോടുകൂടി അവരെ തക്ലീഫെല്ലാം പോയി. ജീവിച്ചിരിക്കുന്നവർക്കാണ് ഹുക്മ പറയുന്നത്. എത്രത്തോളം? ഒതു മുറിയുന്ന കാര്യമാണല്ലോ അല്ലെ? മുൻദ്വാരത്തിൽ നിന്ന് വല്ലതും പുറപ്പെട്ട ഒതു മുറിയില്ലേ? അതൊരു നമ്മളെ ഒതുണ്ടിയ ശേഷം മൂത്രയിച്ചാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കാഷ്ടം പുറപ്പെട്ടാൽ ഒതു മുറിയും. നമ്മളൊരു മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്തു.
മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്തതിന്റെ ശേഷം മയ്യത്തിന്റെ മുൻദ്വാരത്തിൽ നിന്ന് വല്ലതും പുറത്തു വന്നു, ഒതു മുറിയോ? മുറിയൂല. അത് അവിടെ കഴുകി വൃത്തിയാക്കിയാൽ മതി. കാരണം അത് മയ്യത്താണ്. മയ്യത്തായതോടെ അയാളുടെ ഈ ഹുക്കുമുകളൊന്നും അയാളെ ബാധിക്കുന്നില്ല. അയാള് വേറെ ലോകത്തേക്ക് പോയി. പിന്നെ വേഗം പറയും. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഉസ്താദുമാര് പറയാറുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുകയും റസൂലിനെ അനുകരിക്കുകയും ചെയ്യണം എന്നാണ്. അങ്ങനല്ല, നമ്മള് അള്ളാഹി റസൂലിനെ അംഗീകരിക്കണം, രണ്ടാളി അനുകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണെങ്കിൽ നമ്മള് ഇപ്പൊ തന്നെ ഈദ്ഗാഹിന്റെ കാര്യം പറഞ്ഞു. അന്നേരം നമ്മൾ കാരണം അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതിന്റെ കാരണം നമ്മൾ കാണുന്നത് ഇവിടെ മദീനത്തെ പള്ളിയിൽ സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് സ്ഥലം വന്നപ്പോൾ പിന്നെ കുഴപ്പമില്ല, പള്ളിക്ക് നിസ്കരിക്കാമെന്ന് പറയുന്നു. സത്യത്തിൽ നമ്മൾ അനുകരിക്കുക എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടിരുന്നത് നമ്മളും ഈദ്ഗാഹിന്റെ സമയം അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സ്ഥലത്ത് ഹദീസിൽ കാണാം നിന്ന് മൂത്രമൊഴിച്ചു വന്നു. അപ്പൊ നമ്മൾ നിന്ന് മൂത്രമൊഴിക്കണോ? അത് വേണ്ട. അതിന്റെ കാരണം അതവിടെ ഇരിക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. അപ്പൊ ബുദ്ധിമുട്ടായപ്പോ ചെയ്തതാണ്. അപ്പൊ ആ സന്ദർഭം ഏതാ നോക്കാം. അതിനാ ഞാൻ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ കാണുമ്പോ അത് നമ്മൾ ഗവേഷണം ചെയ്യാൻ പോരുത്. ആ ഹദീസ് മുൻഗാമികൾ കണ്ടിട്ടുണ്ടല്ലോ, അവരെന്താ പറഞ്ഞത് നോക്കാം. ബാലഖായിമൻ എന്ന ഹദീസിലുണ്ട്, നിന്ന് മൂത്രമൊഴിച്ചു. അത് നിന്ന് മൂത്രമൊഴിക്കാനുള്ള തെളിവല്ല, അക്കറാഹത്ത് തന്നെയാണ്. അപ്പൊ ആ ചെയ്തതോ അത് അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കാനുള്ള സാഹചര്യമല്ല, അങ്ങനെ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ ചെയ്തതാ. ആ ഘട്ടത്തിലേ അത് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ പള്ളി തന്നെ അത് ഖുർആൻ പറഞ്ഞതാ. അല മസ്ജിദുൻ നുസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ ഹഖ്വ അൻ തഖൂമ ഫീഹി റിജാൽ. സൂറത്തു തൗബയുടെ 108-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞത് അള്ളാന്റെ പള്ളി തന്നെയാണ് നിസ്കരിക്കാൻ ഉത്തമം. അത് വ്യക്തമാണ്. ഇത് അസന്നിഗ്ധ ഘട്ടത്തിൽ ചെയ്തതാണ്. അത് ആ ഘട്ടത്തിലെ സുന്നത്താവും. അത് ഞാൻ പറഞ്ഞതല്ല, ഇമാം നബി ശർഹുൽ മുഅദ്ദബിൽ പറഞ്ഞതാണ്. ഈയിടെ ഒരു ചെറിയ പ്രശ്നം, നോമ്പിന്റെ സമയത്തുള്ള ഒരു പ്രസംഗത്തിൽ ഒരു ഉസ്താദ് പറഞ്ഞതാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കത്തൂടെ നടന്നു പോയപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബികൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്ഥലത്ത് ചെന്നപ്പം കുനിഞ്ഞു പോയി. അത് സഹാബാക്കൾ അത് മറ്റുള്ളതിനോട് എതിരാകുന്നില്ല. മനസ്സിലായല്ലോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യം അങ്ങനെ തന്നെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ പ്രത്യേക ഘട്ടത്തിൽ ചെയ്ത സംഗതികൾ അതങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ റസൂൽ തയമ്മും ചെയ്തത് എത്ര കണ്ടിട്ടുണ്ട്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എല്ലാ ദിവസവും തയമ്മും ചെയ്തതാ? അല്ല, വുദു ചെയ്തിട്ടുണ്ട്, തയമ്മും ചെയ്യേണ്ട ഘട്ടത്തിൽ തയമ്മും ചെയ്തിട്ടുണ്ട്. അതിനൊരു സന്ദർഭം ഉണ്ടോ? ആ സന്ദർഭം നമ്മൾ പഠിക്കണം. അതിനാണ് മുൻഗാമികൾ എന്ത് പറഞ്ഞു നോക്കിയാൽ മതി. നമ്മൾ സ്വന്തം പറയണ്ട. നമ്മൾ അറിവില്ലാത്തവരാന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഇത് ഉൾക്കൊള്ളണം. ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. പറഞ്ഞു ഖബർ സിയാറത്ത്. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുത്തു. മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഭാര്യയെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഭാര്യ അടക്കം നിസ്കരിക്കണോ? ഭാര്യയെ നിസ്കരിക്കാൻ സൗകര്യം ആയി കൊടുക്കണോ? അങ്ങനെ സൗകര്യമാക്കി കൊടുക്കഞ്ഞി ചോദ്യം സൗകര്യമാക്കി കൊടുക്കണം. തീർച്ചയായും അടുത്ത വീട് നോക്കുക, വേഗം അവിടെ പോയി നിസ്കരിക്കും. വീടില്ല റോട്ടിൽ നിസ്കരിക്കണം. നിങ്ങൾ എവിടെയുള്ള അവിടെ നിസ്കരിച്ചാൽ മതി. അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പള്ളി അപ്പുറത്തുണ്ടാക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇപ്പൊ നമ്മൾ കോഴിക്കോട് മർക്കസ് കോൺഗ്രസിന്റെ അടുത്ത് പോയി നോക്ക്, അവിടെ പെണ്ണിന് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. കാരണം എന്താ അറിയാം, ഒരു പെണ്ണ് ഡോക്ടറെ കാണാൻ വന്നാൽ ആ പെണ്ണിനെ നിസ്കരിക്കാൻ സമയമായാൽ അതിനൊരു റൂം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അതിന് കുഴപ്പമില്ല. അത് ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് നിങ്ങള്, പെണ്ണ് ജുമുഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെടും, അതാ വിഷയം. അത് പറ്റില്ല. ഡോക്ടറെ കാണാൻ പോയ പെണ്ണിനെ അവിടെ റൂം അവിടെ ഒരുക്കി കൊടുത്തു. പള്ളിയൊന്നല്ല, ഓൾ അവിടെ പോയി നിസ്കരിച്ചോട്ടെ. ഇനി നിങ്ങൾക്ക് വല്ലാതെ നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയ മഖ്ബറയുടെ സമീപത്ത് അത്തരം പെണ്ണുങ്ങൾക്ക് കുടുങ്ങുമ്പോൾ നിസ്കരിക്കാൻ റൂമുകൾ ഉണ്ടാക്കി കൊടുത്തു. അതിന് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് അതിന്റെ പേരിൽ പള്ളി പ്രവേശനം നമ്മൾ അംഗീകരിക്കില്ല. മനസ്സിലായല്ലോ? അല്ല, ഇപ്പോൾ 27 പിന്നെ ഏറ്റവും അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 27 ഏറ്റവും ഹയർ പള്ളിയിൽ ഇരുന്നിട്ട് അങ്ങനൊന്നുമില്ല. അത് ഹൈറാണ്, ഇത് ഹൈറാണെന്നാ പറഞ്ഞു. അതും ഹൈറാണ്, ഇതും ഹൈറാണ്. എന്തുകൊണ്ട് നിസ്കാരം അതുപോലെ ആക്കുന്നില്ല? അത് റസൂലുള്ളാഹി ഹൈറല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബുയൂത്തുഹുന്ന ഹൈറുല്ലഹുന്ന എന്ന് പറഞ്ഞില്ലേ? ഇത് ഏതെങ്കിലും ഹദീസിൽ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് ബുയൂത്തുഹുന്ന ഹൈറുല്ലഹുന്ന? അല്ലല്ല. ഈ നിസ്കാരം സ്ത്രീകൾക്ക് നിസ്കാരം പള്ളിയിൽ നിശ്ചയിച്ച ഏതെങ്കിലും ഹദീസിൽ നിസ്കാരം പള്ളിയിൽ നിഷേധിച്ച ഹദീസോ? അതന്നല്ലോ ബുയൂത്തുഹുന്ന ഹൈറുല്ലഹുന്ന. അതായത് ഉമ്മു ഉമൈദിന് സായിദി പറഞ്ഞ പെണ്ണ് വരികയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി, നബിയെ ഞാൻ അങ്ങയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. അവ നബി എന്ത് പറഞ്ഞു? വേണ്ട, പള്ളിയിൽ പോയി വീട്ടിൽ പോയി നിസ്കരിച്ചോ. ഇനി അതിലും വലിയ തെളിവ് നിങ്ങൾക്ക് എന്താ വേണ്ടേ? അപ്പൊ അത് അന്ന് പറഞ്ഞതായിരിക്കൂലേ? അതോ നിസ്കരിക്കാൻ പാടില്ല? അതെ, പെണ്ണ് വന്ന് ചോദിക്കാണ് നിസ്കരിക്കാൻ വരട്ടെ. വേണ്ട മോളെ, വീട്ടിൽ പോയി നിസ്കരിച്ചോ. ഇനി എന്താ കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇനി ആയത്ത് വേണോ? നിങ്ങളെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്നോ. പഴയ കാലത്ത് അഴിഞ്ഞാടിയതുപോലെ അഴിഞ്ഞാടരുത്. നിസ്കരിക്കും ചെയ്തോ. സൂറത്തുൽ അഹ്സാബ്. ഇൻഷാ അല്ലാഹ്
ഇനി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിലേക്ക് നമ്മളെല്ലാം വരാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ, എന്റെ ശിഷ്യന്മാരെ, ഇമാം അഹ്മദുൽ കബീർ തങ്ങൾ പറയാണ്, നിങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ എങ്കിൽ ഒരു വാക്ക് അവിടെ നിന്ന് ചോദിക്കുന്നു. ഒരു വാഹനം ഒരു പാലത്തിലൂടെ കടന്നുപോയാൽ വാഹനം മാത്രമാണോ അക്കരെ എത്തുക? വാഹനത്തിലുള്ളവരും എത്തുകയില്ലേ? എല്ലാവരും പറഞ്ഞു, അതേ ഉസ്താദേ, വാഹനത്തിലുള്ളവരും എത്തും. എങ്കിൽ ഞങ്ങളങ്ങ് പാലം കടന്നു പോകുമ്പോൾ, എല്ലാ പാലവും ഉദ്ദേശിച്ചുകൊണ്ടാ പറഞ്ഞത്, ഞങ്ങളങ്ങ് പോകുമ്പോ ഞങ്ങളെ വലിയാക്കിയ, ഞങ്ങളെ രക്ഷാകർത്താക്കളാക്കിയ, ഞങ്ങളെ പിന്നിൽ നിന്ന് ഒരാളെയും വിട്ടേച്ചുകൊണ്ട് ഞങ്ങളങ്ങ് പോവുകയില്ല. എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അതാണ് ഞാൻ പറഞ്ഞത്. മഹാന്മാരെ പിടിച്ചോ, ഔലിയാക്കളെ പിടിച്ചോ, അമ്പിയാക്കളെ പിടിച്ചോ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.